വെനസ്വേലയിൽ വീണ്ടും വെടിവെപ്പ്. പ്രസിഡന്റിന്റെ വസതിക്ക് മുന്നിലാണ് വെടിവെപ്പ് എന്നാണ് സൂചന. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപം ഡ്രോണുകൾ കണ്ടുവെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ മഡൂറോയെയും ഭാര്യയെയും കടത്തിക്കൊണ്ടുപോകുന്നു അമേരിക്ക. പിന്നീട് അമേരിക്കയുടെ ലക്ഷ്യമെന്തെന്ന് പറയാൻ അവർ ശ്രമിച്ചതാണ്. ട്രംപ് ആദ്യം പറഞ്ഞു ഞങ്ങളിനി വെനസ്വേല ഭരിക്കുമെന്ന്. പിന്നീടത് മാർക്കോ റൂബിയോ തിരുത്തി എങ്കിൽ പോലും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെനസ്വേലയിൽ? കൃഷ്ണരാജ്, ഇപ്പോൾ ഏറ്റവും പുതുതായി വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം നടന്നു എന്ന് പറയുന്നത്. കറക്കാസിലെ ഈ പ്രസിഡന്റ് മഡൂറോയൊക്കെ താമസിച്ചിരുന്ന പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഈ ഡ്രോണുകൾ എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണമെല്ലാം തന്നെ ഇനിയും വരേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഒരു ആക്രമണം നടന്നു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളെല്ലാം തന്നെ പുറത്തുവിടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും ഗൗരവമായ ഒരു സംഭവവികാസമായി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന ഒരു നിലപാടും എടുത്തിരുന്നു. അത്തരമൊരു നിലപാടിൻ്റെ ഭാഗമായി ഈ പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് താമസ സ്ഥലത്തിനെതിരെ നടന്ന ആക്രമണവും നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എങ്കിൽ കൂടി ഒരു സ്ഥിരീകരണമൊന്നും ഇത് സംബന്ധിച്ച് വന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത്, ഇന്നലെ വെനിസ്വേലൻ പ്രസിഡന്റിനെ ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി. മയക്കുമരുന്ന് ഭീകരത എന്ന ഗുരുതരമായ കുറ്റാരോപണം നടത്തിയാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. ആ കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ വേളയിൽ അദ്ദേഹത്തോട് തൻ്റെ മേൽവിലാസം എന്ത്, അല്ലെങ്കിൽ ഹു ആർ യു എന്ന കൃത്യമായൊരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിക്കോളാസ് മഡൂറോ വെനിസ്വേലയുടെ പ്രസിഡൻ്റാണ് എന്ന് കൃത്യമായ മറുപടിയാണ്. പ്രസിഡൻ്റാണെന്ന് വീണ്ടും അവകാശപ്പെടുകയായിരുന്നു അദ്ദേഹം കോടതിയിലെ വിചാരണ വേളയിലും. അതുപോലെ തന്നെ താൻ കുറ്റം ചെയ്തിട്ടില്ല, തൻ്റെ ഭാര്യയും കുറ്റം ചെയ്തിട്ടില്ല, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയ ഫ്ലോറൻസും കുറ്റം ചെയ്തിട്ടില്ല എന്നൊരു നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത്. അതായത് തങ്ങൾ നിരപരാധികളാണ് എന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സുപ്രധാന സംഭവവികാസം എന്ന് പറയുന്നത്, UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്നലെ നടന്ന യോഗമാണ്. ഇന്നലെ നടന്ന യോഗത്തിൽ UN സെക്യൂരിറ്റി കൗൺസിലിൽ റഷ്യയും ചൈനയും നിക്കോളാസ് മഡൂറോയെ വിട്ടുകൊടുക്കണം, ഈ നടപടികളെല്ലാം നിർത്തിവെക്കണം, ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ല, ഒരു പ്രത്യേക സംവിധാനത്തെ, ഒരു സ്പെഷ്യൽ സംവിധാനത്തെ, പ്രത്യേക സംഘത്തെ നിയോഗിക്കണം വെനസ്വേലയിലേക്ക് എന്നൊരു ആവശ്യമാണ് ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉയർത്തിയത് ഈ രണ്ട് രാജ്യങ്ങളും. അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഫ്രാൻസും ബ്രിട്ടനും എടുത്ത നിലപാട് അത്രയും കൃത്യതയുള്ളതല്ല, ഒരു ന്യൂട്രൽ നിലപാടായിരുന്നു. അമേരിക്ക വളരെ ശക്തമായി തങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കുകയും ചെയ്തു. സ്ഥിരാംഗങ്ങളുടെ നിലപാട് ഇങ്ങനെയായിരുന്നെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 15 അംഗങ്ങളുടെയും അതുപോലെ തന്നെ വെനിസ്വേല, അർജന്റീന തുടങ്ങിയ മറ്റു രാജ്യങ്ങളും പ്രത്യേകാതിഥികളായി പങ്കെടുത്ത യോഗത്തിൽ കൃത്യമായ നിലപാട് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങളും രണ്ട് ചേരികളായി തിരിയുന്ന രീതി, അതായത് നിക്കോളാസ് മഡൂറോയുടെ ക്രൂരകൃത്യങ്ങളെ കൃത്യമായി തുറന്നു കാട്ടുകയും അതേസമയം UN ചാർട്ടർ അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രാജ്യങ്ങളുണ്ട്. അമേരിക്കയുടെ നടപടിയെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുണ്ട്. അത്തരത്തിലൊരു നിലപാടാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഉണ്ടായത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് ട്രംപിനൊപ്പമാണ്, അമേരിക്കയ്ക്കൊപ്പമാണെന്ന് നമുക്ക് പല വരികളിലൂടെ വായിച്ചെടുക്കാനാകും. അതായത് സമാധാനത്തിലുള്ള നൊബേൽ കിട്ടിയ ശേഷം അത് വെനസ്വേലയിലെ ജനതയ്ക്കും ട്രംപിനുമായി സമർപ്പിക്കുന്നു എന്നാണല്ലോ അവർ പറഞ്ഞത്. മറുവശത്ത് മഡൂറോ അങ്ങനെ ആയിരുന്നില്ല. നോക്കൂ, ഇപ്പോൾ ഒരു വാർത്ത കേൾക്കുന്നത്, ഈ ഡെൽസി റോഡ്രിഗസ് ട്രംപ് ഭരണകൂടം നടത്തിയത് തീവ്രവാദ നീക്കമാണ് എന്ന് പറഞ്ഞുവെന്ന് കേൾക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഡെൽസിക്ക് അമേരിക്കയുമായി സഹകരിക്കാം, അല്ലാത്ത പക്ഷം മഡൂറോയേക്കാൾ വലിയ വില നൽകേണ്ടി വരും, വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന്. ഒരുപക്ഷെ ഈ പ്രതികരണമാണോ, അതായത് ട്രംപ് ഭരണകൂടം നടത്തിയത് തീവ്രവാദ നീക്കമെന്ന പ്രതികരണം അമേരിക്കയെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടാകുമോ? തീർച്ചയായും ട്രംപ് ഭരണകൂടം നടത്തിയത് ഇത്തരത്തിലൊരു നീക്കമാണ് അല്ലെങ്കിൽ ഭീകര നീക്കമാണ്, തീവ്രവാദ നീക്കമാണ് എന്നൊരു നിലപാട് നേരത്തെ പറഞ്ഞതുപോലെ ഡെൽസി റോഡ്രിഗസ്, അതായത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന, ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്ന, വെനിസ്വേലയുടെ പ്രസിഡന്റിൻ്റെ പദവി വഹിക്കുന്ന ഡെൽസി റോഡ്രിഗസ് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിഷയം വീണ്ടും ചർച്ചയായി വന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന വാർത്തകളനുസരിച്ച് വരുന്ന 30 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ വെനിസ്വേലയിലില്ല. വെനിസ്വേലയിൽ മറ്റു സംവിധാനങ്ങൾ ഉറപ്പാക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാണ് ട്രംപ് അറിയിച്ചത്. അത് തീർച്ചയായും അവിടെയുള്ളൊരു ഇടപെടൽ തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഖനന സ്ഥാപനങ്ങളെല്ലാം തന്നെ അവിടെ പ്രതിഷ്ഠിക്കേണ്ടതുണ്ട് അമേരിക്കയ്ക്ക് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും 30 ദിവസം കാത്തിരിക്കണം എന്ന നിലപാട്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാത്തിരിക്കണമെന്നൊരു നിലപാട് പ്രത്യക്ഷമായി തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ
തങ്ങൾ പറയുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇന്നലെ തന്നെ ട്രംപ് ഡെൽസി റോഡ്രിഗസിനെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ന്യൂയോർക്കിലെ കോടതിയിൽ വളരെ കൃത്യമായി താൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ് എന്ന് നിക്കോളാസ് മഡൂറോ പറയുന്നതും അത് നേരത്തെ തന്നെ ഡെൽസി റോഡ്രിഗസ് അംഗീകരിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ ആ നിലപാട് അറിയിക്കുകയും ചെയ്തത്. അത്തരത്തിലൊരു നീക്കം രാഷ്ട്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇതൊരു ചൊടിപ്പിച്ച രീതി തന്നെയാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യ ബോധ്യത്തോടെയുള്ള നീക്കങ്ങളെ വലിയ തോതിൽ മഡൂറോ തടഞ്ഞിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ നീങ്ങിയ സാഹചര്യത്തിലാണ് പലർക്കും ഒളിവിൽ കഴിയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മരിയ കൊറീന മച്ചാഡോ എന്ന് പറയുന്ന നൊബേൽ സമ്മാന ജേതാവായ 2025 നൊബേൽ സമ്മാന ജേതാവായ അവർ തന്നെ വളരെ കൃത്യമായി ഈ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ അധിക കാലം ഈ ഏകാധിപത്യ ഭരണം നിൽക്കില്ല എന്ന് പറഞ്ഞത് ഡിസംബറിലാണ്. ഡിസംബർ 12 മറ്റോ ആണ് അത്തരത്തിലൊരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് ഈ ജനുവരി ആയപ്പോഴേക്കും ജനുവരി 3 കൃത്യമായ നടപടികൾ അമേരിക്ക പിന്തുടരുകയും ചെയ്തു. അവർക്ക് പിന്തുണ നൽകുന്നുവെന്ന് കൃത്യമായി ട്രംപ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ട്രംപ്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പ്രതിപക്ഷം അമേരിക്കയോടൊപ്പം തന്നെയാണ്. പ്രതിപക്ഷം നേതൃത്വം നൽകുന്നൊരു സംവിധാനത്തിനെ കൊണ്ടുവരണമെന്ന ഒരു ആവശ്യം യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഒരു റിജിം ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിലേക്കുള്ള നീക്കമാണ് വെനിസ്വേലയിൽ ട്രംപ് നടത്തുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യെസ്, വെനസ്വേലയിൽ വീണ്ടും വെടിവെപ്പ്. ഈ പ്രസിഡന്റിൻ്റെ വസതിക്ക് മുന്നിലാണ് വെടിവെപ്പ് നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഡ്രോണുകൾ കണ്ടതായും സൂചനയുണ്ട്. മറ്റൊന്ന്, അമേരിക്ക നടത്തിയത് തീവ്രവാദ നീക്കമാണെന്ന് വെനസ്വേല ആവർത്തിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് നടപടി അമേരിക്ക സ്വീകരിക്കുമെന്ന ചോദ്യം. അവിടെ ബ്രിട്ടനും റഷ്യയും ചൈനയും ഒക്കെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ഈ മഡൂറോയെ വിട്ടു നൽകണം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വെനസ്വേലൻ വിഷയം, അമേരിക്കയുടെ ഇടപെടൽ വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.